ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിച്ചൂസ് ഹോംലി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. നമ്മുടെ പൈനാപ്പിൾ തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ. അധികം പഴുക്കാത്ത ഒരു തളിര് പൈനാപ്പിളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇവയൊക്കെ നേരത്തെ നമ്മളിവിടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയും സവാളയുമാണ് എടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ തോരൻ വെക്കുന്നതിൻ്റെ അതേ സൈസിൽ തന്നെ പൈനാപ്പിളും അരിഞ്ഞെടുത്ത് വെക്കുക. ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കത് 2-4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ്, അതായത് തേങ്ങയും മഞ്ഞൾ, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം നമ്മൾ ചതച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പം അതും ഈ കടുക് ഇട്ടതിൽ എണ്ണയിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ തട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വേണം പാചകം ചെയ്യാൻ. പിന്നെ ഈ പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം അതിൽ നിന്ന് ഊർന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒരുപാടായി പോവരുത്, ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ട്. അത് ഫോണിൻ്റെ കംപ്ലൈൻ്റാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പൈനാപ്പിൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.